ഇന്നത്തെ ഒരു ദിവസം മുഴുവനും ഞാൻ ചുവന്ന കളറുള്ള ആഹാരങ്ങൾ മാത്രമായിരിക്കും കഴിക്കാൻ പോകുന്നത്. ഞാൻ എന്തൊക്കെ കഴിച്ചെന്നും എങ്ങനെ ഈ ചലഞ്ച് അവസാനിപ്പിച്ചെന്നും നമുക്ക് നോക്കാം. ചുവന്ന കളറിൽ എന്തൊക്കെ കിട്ടുമെന്നറിയാൻ വണ്ടി എടുത്തുകൊണ്ട് രാവിലെ ഇറങ്ങിയതാണ്. നല്ല ചൂടായതുകൊണ്ട് ഒരു കടയിൽ നിർത്തിയിട്ട് ആദ്യം തന്നെ ഒരു തണ്ണിമത്തൻ ജ്യൂസ് അങ്ങ് കുടിച്ചു. വൈകുന്നേരം മഴയാണെങ്കിലും രാവിലെ അത്യാവശ്യം നല്ല ചൂടാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഏതായാലും ഒരു തണ്ണിമത്തൻ ജ്യൂസ് കുടിച്ചത് കൊണ്ട് അല്പം ചൂടും കൂടെ മാറിക്കിട്ടി. തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഈ കാണുന്ന ചുവന്ന കളർ ലേസും കൂടെ മേടിച്ചുകൊണ്ടാണ് വന്നത്. അങ്ങനെ വീട്ടിൽ വന്നിട്ട് ഇപ്പോൾ അതും കൂടെ കഴിച്ചു. ഉച്ചയായപ്പോഴത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് തക്കാളിച്ചോറാണ് കേട്ടോ ഉണ്ടാക്കിയത്. പിന്നീട് ചുവന്ന കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചധികം മുളക് പൊടി അങ്ങ് വാരിയിട്ടു. വിചാരിച്ചവരായിരുന്നില്ല, ഭയങ്കര എരിവായിരുന്നു. എരിവിൻ്റെ കൂടുതൽ കാരണം കണ്ടില്ലേ, കണ്ണീന്ന് വെള്ളം വരെ വന്നു. പിന്നീട് ചുവന്ന കളറിൽ എന്തെങ്കിലും കുടിക്കാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന ജ്യൂസ് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എരിവ് കൂടുതലായതുകൊണ്ട് ഇത് കുടിച്ചു. ഇപ്പം എന്തായാലും കുറച്ച് ആശ്വാസം കിട്ടി. ഇനിയും എന്തെങ്കിലും ചുവന്ന കളറിൽ കിട്ടുമെന്നറിയാൻ വണ്ടി എടുത്തുകൊണ്ട് ഞാൻ പൊക്കോണ്ടിരിക്കുവാണ് കേട്ടോ. പിന്നീട് ഈ സമയത്താണ് ഓർത്തത് എൻ്റെ ചെരുപ്പിനും ചുവന്ന കളറാണേ. ചൂട് ഭയങ്കര കൂടുതലായതുകൊണ്ട് ഈ കാണുന്ന വനത്തിൻ്റെ സൈഡിലോട്ട് വണ്ടി നിർത്തിയിട്ട് കുറച്ച് സമയം അവിടെ നിന്നു. തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് സമയം ഒരു 3:30 കഴിഞ്ഞായിരുന്നു. ഇപ്പോൾ അന്തരീക്ഷം കണ്ടില്ലേ, നല്ല മഴക്കാരെടുത്തിട്ട് ഏത് സമയം വേണമെങ്കിലും മഴ പെയ്യാവുന്ന രീതി നിൽക്കുവാണ്. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കാണുന്ന റെഡ് വെൽവെറ്റിൻ്റെ ഒരു കേക്കും കൂടെ മേടിച്ചുകൊണ്ടാണ് ഞാൻ വന്നത്. വീട്ടിൽ വന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ആ കേക്ക് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുവാണ്. പുറത്താണെങ്കിൽ നല്ല മഴയും പെയ്യുന്നുണ്ട്. സമയം ഇപ്പോൾ വൈകുന്നേരം 7:30 കഴിഞ്ഞു. വൈകിട്ടത്തേക്ക് കഴിക്കാനായിട്ട് ഞാൻ ഈ ബ്രെഡും ജാമുമാണ് മേടിച്ചത്. അങ്ങനെ ചുവന്ന കളർ ജാം എടുത്ത് ബ്രെഡിലോട്ട് തേച്ചിട്ട് ഇപ്പോൾ അതങ്ങനെ കഴിക്കുവാണ്. ഇതും കൂടെ കഴിച്ചിട്ട് ഈ ചലഞ്ച് ഞാൻ അവസാനിപ്പിക്കുവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്ക് അടിക്കാനും മറക്കല്ലേ. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.